ഹൃദയമുള്ള, ഹൃദയം വിശാലമായ, ഹൃദയം വിശാലമല്ലാത്ത, ഇടഹൃദയമുള്ള, അതിലും ചെറിയ ഹൃദയമുള്ള, വലിയ വൈഡ് ഹൃദയമുള്ള, സ്നേഹം മാത്രം ജ്വലിച്ചു നിൽക്കുന്ന ഹൃദയമുള്ള, സ്നേഹവും ഇഷ്ടക്കുറവും കുറച്ച് എഗെയിൻസ്റ്റും ഹൃദയമുള്ള, എന്നാൽ ഇതൊന്നുമില്ലാത്ത പക്കാ നെഗറ്റീവ് ഹൃദയമുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹൃദയം എന്ന് പറഞ്ഞ ഒരു മോഹൻലാൽ ചിത്രം ഇന്ന് കണ്ടു. ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആയിട്ടാണ് നൊബക്സോളയായി ഞാൻ വന്നിരിക്കുന്നത്. ഹൃദയം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ആദ്യം കുടുംബത്തോട് തന്നെയാണ് തേടിയത്. ഞാൻ സിനിമ കണ്ടത് കുടുംബമായിട്ടാണ്. ഞാൻ, വൈഫ്, മകൻ. കുടുംബം എന്ന് പറഞ്ഞ ചിത്രത്തെക്കുറിച്ച് എൻ്റെ മകൻ്റെ അഭിപ്രായം ആദ്യം പറയാം. അവന് 14 വയസ്സാവണേ ഉള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും വളരെ പോസിറ്റീവ് അഭിപ്രായം എൻ്റെ മകൻ പറഞ്ഞു. അവന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് അവൻ 14 വയസ്സാവണേ ഉള്ളൂ. അവൻ വളരെ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞു. കാരണം സിനിമയിലോട്ട് വരുമ്പോൾ ആ പോസിറ്റീവ് അഭിപ്രായം എന്താണെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തില്ല, അതാണ് സത്യം. ഞാൻ വിചാരിച്ചില്ല. കാരണം അവന് 14 വയസ്സാവണേ ഉള്ളൂ. ഇതൊരു കുടുംബ ചിത്രമാണ്. 100% ഫാമിലി ഓറിയൻറ്റഡ് ഫിലിം മാത്രമാണ് ഹൃദയം. അതിനകത്ത് വേറെ മറ്റൊന്നും ചിന്തിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ ആരെങ്കിലും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഗുണമായിരിക്കില്ല, ദോഷമായിട്ട് മാറും. 100% ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഞങ്ങളും ഫാമിലി ആയിട്ട് പോയി ചിത്രം കണ്ടു. അപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാകുമ്പോൾ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. കാരണം ഫാൻറ്റസി വേൾഡ്, ജനിച്ച കാലം മുതൽ തന്നെ നമ്മുടെ ഏറ്റവും നല്ല ടെക്നോളജി ലൈനപ്പ്, എല്ലാ സൗകര്യങ്ങളും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തതിനേക്കാളും 1,00,000 മടങ്ങാണ് പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ, അവർ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ എത്രയോ തുച്ഛം എന്നാണ് അവരുടെ കണക്ക്. അപ്പോൾ പക്ഷേ അതൊരു സൈഡിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. പക്ഷേ ആ ജനറേഷന് പോലും ഹൃദയം എന്ന് പറയുന്ന സിനിമ മകന് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് ഇഷ്ടപ്പെട്ടു എന്നൊരു അഭിപ്രായം പറഞ്ഞുവെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു. 14 വയസ്സല്ലേ ആയുള്ളൂ. പക്ഷെ അവൻ എല്ലാ സിനിമകളും എൻ്റെ ഒപ്പം തന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ, അതായത് ഒരു 11 മാസം മുതൽ അവൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയും സിനിമ റെഗുലറായിട്ട് കാണിക്കുകയും ചെയ്യാണ്. അവൻ വളർന്നതിന് ശേഷം ഞാൻ എപ്പോഴും അഭിപ്രായം തേടും. കാരണം ഒരു കുട്ടി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവൻ 6 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൾക്ക് 6 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ ബ്രെയിനൊക്കെ ഡെവലപ്പായി അവർ സംസാരിച്ചു തുടങ്ങും. അവരെ നമ്മളെ കൂടെ നമ്മളല്ല ചേർക്കേണ്ടത്, നമ്മൾ അവരോട് ചേരുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അവരോട് ചേരാതിരിക്കുമ്പോഴാണ് ഹൃദയമില്ലാതായി മാറുന്നത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. നമ്മൾ വന്ന വഴികൾ, ചുറ്റുപാടുകൾ, പഠിച്ചിട്ടുള്ള മനുഷ്യരുടെ റെസ്ട്രിക്ഷനൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് പ്രശ്നം നമുക്കുണ്ട്. ആ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ കുട്ടികളുടെ പുറത്തോട്ട് നീങ്ങാതിരിക്കുക. നീങ്ങിക്കഴിഞ്ഞാൽ അത് ഗുണമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയം തുറന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, ഹൃദയം തുറന്ന് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രശ്നങ്ങൾ, അടി പിടി ബഹളം, മറ്റു കാര്യങ്ങൾ, ഫിനാൻഷ്യൽ അല്ലാത്ത പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരുടെയും, അത് ഫാമിലി ആയാലും ഉണ്ട്, ഫ്രണ്ട്സ് ആയാലും ഉണ്ട്, സിംഗിൾ ആയാലും ഉണ്ട്. കാരണം സിംഗിൾ ആയാലും ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോട്ട് വന്നിട്ടോ, അതൊക്കെ ഉണ്ടാവും. അത് ഹൃദയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ അവര് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തോട് സംസാരിക്കട്ടെ എന്ന് തന്നെയാണ്. കാരണം അവരെ സ്വാതന്ത്ര്യത്തോട് സംസാരിക്കണം. സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു ഫാദർ എന്നുള്ള നിലയ്ക്കോ, ഒരു മദർ എന്നുള്ള നിലയ്ക്കോ, ഒരു ഗ്രാൻഡ്മ എന്നുള്ള നിലയ്ക്കോ, ഗ്രാൻഡ് ഫാദർ എന്നുള്ള നിലയ്ക്കോ, അപ്പൂപ്പനാവട്ടെ, അമ്മൂമ്മയാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, കുട്ടികൾ തുറന്ന് സംസാരിക്കുമ്പോൾ, അവർ അഭിപ്രായം പറയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നുവെങ്കിൽ അവർ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും.
നമ്മളത് കേൾക്കുകയും ചെയ്യണം. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുക, പറ്റാത്ത കാര്യങ്ങൾ അവരോട് ചർച്ചയ്ക്ക് എടുക്കാം. അവര് ഡിസിഷൻ എടുക്കുന്നതിൽ കാര്യങ്ങളുണ്ടാവും. കാരണം അവരും പല കാര്യങ്ങൾ, അവരെല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവർ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം തുറന്നു തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഹൃദയം തുറന്ന് ജീവിക്കുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്കൊപ്പം യാത്ര ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പുതിയ തലമുറ പഴയ തലമുറ എന്നൊന്നുമില്ല. ജനറേഷൻ പ്രകൃതിയിൽ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തു പോകേണ്ടത് പ്രകൃതി നിയമമാണ്. അപ്പോൾ പ്രകൃതി നിയമത്തിനൊപ്പം അനാവശ്യ കാഴ്ചപ്പാടുകളും ചിട്ടാവട്ടങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ ജോലിയാണ് കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളുടെ അഭിപ്രായം പറയും. ആ അഭിപ്രായം നമുക്ക് സ്വീകരിച്ചോ സ്വീകരിച്ചില്ല എന്നുള്ള വിഷയം, പക്ഷെ അവർ അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ്. ആ അഭിപ്രായം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും മീൻസ് സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ, ഇപ്പം സിനിമയാണല്ലോ ചർച്ച, ഹൃദയപൂർവ്വം പറഞ്ഞു. ഹൃദയപൂർവ്വം അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഹൃദയപൂർവ്വ സിനിമ നന്നായിട്ട് അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നി. അപ്പോൾ അവരത് മനസ്സിലാവുന്നുണ്ട്, അവനത് ചിന്തിക്കുന്നുണ്ട് എന്ന് പിടികിട്ടി. രണ്ടാമത് ഇനി ഭാര്യയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു മിക്സഡ് അഭിപ്രായമാണ്. ഒരു 60 to 100 60% ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി സിനിമ, തെറ്റില്ല, ഫാമിലി ഫിലിം, മോഹൻലാലിൻ്റെ ഫിലിം, മീൻസ് തെറ്റില്ലാതെ ബോറില്ലാത്ത 2.5 മണിക്കൂർ സിനിമ, അത്യാവശ്യമൊക്കെ മിക്സഡ് അഭിപ്രായമാണ് വൈഫിൻ്റെ എന്ന് കിട്ടിയത്. ഇതാണ് ഹൃദയം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എൻ്റെ കുടുംബവുമായിട്ട് പോയിട്ട് ഹൃദയം തുറന്നുള്ള അഭിപ്രായം എനിക്ക് കിട്ടിയത്. അത് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്തെന്നുള്ളേ ഉള്ളൂ കേട്ടോ. ഹൃദയപൂർവ്വ സിനിമ എന്ന് കണ്ടു. മോഹൻലാൽ നായകനായി, ഒപ്പം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ പുതിയ പയ്യൻ എൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പ് എടുത്തുകൊണ്ട് ഒരു സത്യൻ അന്തിക്കാടിൻ്റെ രചനയിൽ, സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ രചിച്ച് പിന്നെ പുറത്തിറങ്ങിയ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അത്യാവശ്യം മോശമല്ലാത്തൊരു ചിത്രം. അതായത് എനിക്കിഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ എൻ്റെ ലാസ്റ്റ് അഭിപ്രായം പറയാം. രണ്ടുപേരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവരുടെ അഭിപ്രായത്തിനേക്കാളും വലുതല്ല എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ മകൻ്റെ അഭിപ്രായത്തിനേക്കാളും വലുതല്ല എൻ്റെ അഭിപ്രായം. കാരണം അവന് 14 വയസ്സാവണമെന്നുള്ളൂ. അവൻ ഈ സിനിമ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അവൻ എന്നെക്കാളും നോളജ്ഡ് ആണ്, അല്ലെങ്കിൽ എന്നെക്കാളും ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ച് മറ്റെന്തോ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായം ലാസ്റ്റ് പറയാം. പിന്നെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, ഇറ്റ്സ് എ മിക്സഡ് അഭിപ്രായം. അതും അവരിൽ നിന്ന് ബെറ്റർ ഞാൻ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഹൃദയപൂർവ്വ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായത്തെ കാണുന്നത്. ഇങ്ങനെ കണ്ടിറങ്ങിയ ചിത്രം എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത്, അതൊരു വശത്ത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കുറച്ച് കോട്ട് ചെയ്ത് ലേറ്റായി പറയാം. അങ്ങനെ മോഹൻലാലും ഇവരെല്ലാവരും കുടിച്ച് അഭിനയിച്ച ഈ ഹൃദയപൂർവ്വ സിനിമ 2.5 മണിക്കൂറിലെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്നാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യണത്. അത്യാവശ്യം ഒരു 10-600ഓളം സീറ്റുള്ള ഓഡി 1-ൽ, അതായത് നല്ല വലിയ വൈഡ് സ്ക്രീനിൽ തന്നെയാണ് ഈ സിനിമ കണ്ടത്. ഈ സിനിമ കണ്ടത് കാട്ടാക്കട കാളീശ്വരി തിയേറ്ററിൽ നിന്നാണ്. അപ്പോൾ ഈ കാളീശ്വരി തിയേറ്ററിൽ അത്യാവശ്യം നല്ല തിയേറ്ററാണ്, മോശമല്ല, നല്ല തിയേറ്റർ, ബെസ്റ്റ് നല്ല തിയേറ്ററാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമല്ലാത്ത നല്ല തിയേറ്ററാണ്. ഈ സിനിമ കണ്ടു. ഈ സിനിമ കണ്ടിട്ട് ഉള്ള ഫീലിങ്സ്, അതായത് ഈ സിനിമ കണ്ട് 2.5 മണിക്കൂർ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എങ്ങനെ വോർത്തായി, എങ്ങനെ നമ്മുടെ മനസ്സ് ചലിച്ചു, ഹൃദയം എങ്ങനെ ചലിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.5 മണിക്കൂറുള്ള സിനിമ നിങ്ങൾ ഫാമിലിയായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലോട്ട് പോകുന്നെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്, കുഴപ്പമില്ല. പകരം നിങ്ങൾ മറ്റെന്തെങ്കിലും മോഹൻലാലിൻ്റെ മറ്റൊരു ചിത്രം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് ഫാമിലി ലൈഫിൽ നിന്ന് മാറി മറ്റ് പലതും പ്രതീക്ഷിച്ച് ഇനി തുടരും സിനിമ പോലെയൊക്കെ ഒരു വല്ലാത്ത സസ്പെൻസൊക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോകണമെങ്കിൽ നിങ്ങൾ പോകണ്ട. അങ്ങനെ ഇല്ല ഈ പടത്തിന്. പകരം ഒരു ഫാമിലി ലെവലിൽ ജീവിക്കുക എന്നല്ല, ജീവിക്കണമെന്നില്ലല്ലോ ഒരു നല്ലൊരു സിനിമ മനസ്സിലാക്കാൻ. ഫാമിലി ലെവലിലോട്ടുള്ള അറ്റാച്ച്മെൻ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചിത്രമാണ്. പക്ഷേ ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. മോഹൻലാലിൻ്റെ ഫാമിലി അല്ല ഇതിനകത്ത് അറ്റാച്ച്മെൻറ്റ് പറയുന്നത്.
അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായം പുറകിൽ നിന്ന് പറയാം. കാരണം ഈ ചിത്രം ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന പിന്നെ കഥാപാത്രം ചെയ്യുന്ന ആൾക്കുള്ള ഫാമിലി അറ്റാച്ച്മെൻ്റ് അല്ല. അതൊക്കെ ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞു പോവുകയും ആ കഥാപാത്രം മറ്റൊരു കുടുംബത്തിൽ ഇൻവോൾവ് ആവേണ്ട ഓട്ടോമാറ്റിക്കലി, അതായത് വിധിയുടെ പിന്നെ വിളയാട്ടമെന്നോ പ്രകൃതിയുടെ വിളയാട്ടമെന്നോ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി പോയി, കഥ ഞാൻ പറയില്ല കേട്ടോ, പറയാൻ പാടില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി പോയി വേറൊരു ഫാമിലിയിൽ ഇൻവോൾവ് ആവുകയും ആ ഫാമിലിയിൽ ഇടപെടുകയും ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ പോയിട്ട് പോകുന്നതാണ് ഈ സിനിമ. അപ്പോൾ അത് ഒരു ഹൃദയമുള്ള മനുഷ്യർക്കേ പറ്റുള്ളൂ. മീൻസ് നല്ല എനിക്കൊപ്പം എൻ്റെ ചുറ്റുപാടുമുള്ളവർ നന്നായിരിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കുള്ള മാത്രമുള്ള ചിത്രമാണിത്. എനിക്കൊപ്പം എൻ്റെ അയൽവാസി എല്ലാം മോശമായിരിക്കണം, എൻ്റെ സുഹൃത്തുക്കളെല്ലാം മോശമായിരിക്കണം, ഞാൻ ഇടപെടുന്നവരെല്ലാം എന്നെക്കാളും താഴെ ആയിരിക്കണം എന്നുള്ള ഒരു ആരും ഈ സിനിമ കാണാൻ പോണ്ട. അങ്ങനെ ഒരു ചിത്രമല്ല അത്. എനിക്കൊപ്പം എൻ്റെ ചുറ്റുപാടുകൾ നന്നായിരിക്കണം. എൻ്റെ ചുറ്റുപാടുകൾ നന്നായിരുന്നാൽ മാത്രമേ, എൻ്റെ ചുറ്റുപാടുകളിലുള്ള പൂന്തോട്ടത്തിൽ നല്ല പൂക്കൾ വന്നാൽ മാത്രമേ അവിടെ നല്ല തേനീച്ചകൾ വരുള്ളൂ, നല്ല ചിത്രശലഭങ്ങൾ വരുള്ളൂ, നല്ല ബാക്ടീരിയകൾ വരുള്ളൂ, അതിൽ നിന്ന് നല്ല നല്ല പിന്നെ ഫലപുഷ്ടമായ പിന്നെ കൃഷി വിഭവങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ എക്സലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോവാം. അങ്ങനെയല്ല നമ്മളെ നാട്ടിലിപ്പോൾ കാലങ്ങളായിട്ട് കാണുന്ന പോലെ എന്നെക്കാളും എൻ്റെ സുഹൃത്ത് നന്നായിരിക്കാൻ പാടില്ല, എന്നെക്കാളും എൻ്റെ അയൽവാസി നന്നായിരിക്കാൻ പാടില്ല, എന്നെക്കാളും എൻ്റെ സഹോദരങ്ങൾ നന്നായിരിക്കാൻ പാടില്ല. അങ്ങനെ ഉള്ള മൈൻഡുള്ള ആരും ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കണ്ട. അങ്ങനെ ടിക്കറ്റ് എടുക്കാനുള്ളവർക്കുള്ള ചിത്രമല്ല ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വ സിനിമ ഒരു വൈഡ് ഓപ്പണിംഗ് ഹാർട്ട് ഫിലിമാണ്. ഇതാണ് ആ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്ന സന്ദേശവും പ്രേക്ഷകർക്ക് ആ കഥ പോണ രീതി. എങ്കിൽ മാത്രമേ ഈ പടം മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ ആ പടം ദഹിക്കണമെന്നൊന്നും ഇല്ല. ഇതാണ് പടത്തിൻ്റെ ഒരു ലൈനപ്പ്. പിന്നെ സിനിമയുടെ കഥയോ കഥാപാത്രങ്ങളോ ഒന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി അറിഞ്ഞാൽ മതി. മോഹൻലാലിൻ്റെ ഈ ഓണ സമയത്ത് നിങ്ങൾക്ക് കുടുംബമായിട്ടും അത്യാവശ്യം ഫാമിലിയുടെ ഇൻവോൾവിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു ഓണച്ചിത്രമാണ്. 2.5 മണിക്കൂർ ബോറില്ലാതെ കണ്ടിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഇനി എൻ്റെതായ അഭിപ്രായത്തിലോട്ട് ഞാൻ പറയുകയാണ്. എന്താണ് ഹൃദയം എന്ന് പറഞ്ഞ സിനിമ? ഹൃദയം എന്ന് പറഞ്ഞ സിനിമ ഒരു സയൻസ് ഓറിയന്റഡ് ഫിലിമാണ്. ഞാൻ ഇത്രയും നേരം അത് സിനിമയുടെ കഥയെക്കുറിച്ചാണ് പറഞ്ഞത്. സിനിമയുടെ കഥ എന്നുള്ളതിനേക്കാളുപരി കഥാപാത്രം സ്റ്റാർട്ട് ചെയ്യണത് ഒരു സയന്റിഫിക്കൽ ഫിലിമാണ്. ഈ സയന്റിഫിക്കൽ ഫിലിം ഞാൻ പ്രേക്ഷകരെടുത്ത് പറയണു, പ്രേക്ഷകരെടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ, നിങ്ങൾ ഒന്ന് വീണാൽ എത്ര കോടീശ്വരനാവട്ടെ ഒന്നുമില്ലാത്തവരാവട്ടെ, നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ വീഴും. ഏത് സെക്കൻഡിലും വീഴും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ചുറ്റുമുള്ള ഇടത്ത് പൂക്കൾ വിടരുകയും ആ പൂക്കളിൽ തേനീച്ച വന്നിരിക്കുകയും ആ തേനീച്ച പരാഗണം നടത്തുകയും അതിൽ കൂടി നമുക്ക് വേണ്ട പിന്നെ ഭക്ഷണങ്ങൾ കണ്ടെത്തുകയും അത് മറ്റുള്ളവർ കൃഷി ചെയ്യുകയും എൻ്റെ വീട്ടിൽ വരികയും എനിക്കത് കഴിക്കാൻ പറ്റുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പരസ്പര ആശ്രയത്തോടെ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഹൃദയമുള്ളവരുടെ പടം, ഹൃദയമുള്ളവർക്കുള്ള കാര്യം. അപ്പോൾ നമ്മൾ സഡൻലി ഒന്ന് വീണാൽ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് എന്താണ്? ഒന്ന് മറ്റൊരാളുടെ ബ്ലഡ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ അവയവം. ഇങ്ങനെ പലതും നമ്മളെ ശരീരത്തിലോട്ട് കടന്നു വരും. പിന്നെ സൗന്ദര്യ വസ്തുപരമായ കാര്യങ്ങളാണെങ്കിൽ മറ്റൊരാളുടെ സ്കിന്ന്, അങ്ങനെ പലത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ബോഡിയുടെ സെൽസ്, ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ബോഡിയിലോട്ട് കയറ്റുകയാണ്. അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നുമല്ല, ഹൃദയപൂർവ്വം അല്ലാതെ ജീവിച്ചാൽ പോലും ഒരു സെക്കൻഡ് ഒന്ന് പിഴയ്ക്കുമ്പോൾ വേറൊരാളുടെ സാധനമാണ് നമ്മുടെ ബോഡിയിലോട്ട് വന്നു ചേരുന്നത്. അങ്ങനെ നമ്മുടെ ബോഡിയിലോട്ട് നായകന്റെ ശരീരത്തിൽ വന്നു ചേരുന്ന ഒരു അവയവവുമായിട്ട് ബന്ധപ്പെട്ട്, ആ അവയവത്തിന് വരുന്ന വികാസനവുമായിട്ട് ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലിയിലോട്ട് ചെന്നിറങ്ങുകയും ചെയ്യുന്നൊരു ചിത്രമാണ് ഹൃദയപൂർവ്വം. അപ്പോൾ ഈ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൻ്റെ കഥ തന്തു ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയുന്ന 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം
നിങ്ങൾ എന്തൊക്കെ ചേർത്ത് വെച്ചാലും, നിങ്ങൾ എന്തൊക്കെ പിന്നെ ഉണ്ടാക്കി വെച്ചാലും, നിങ്ങളുടെ ചുറ്റുമുള്ള പിന്നെ പൂന്തോട്ടത്തിൽ നല്ല പൂക്കൾ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിച്ചില്ല എങ്കിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളിൽ നല്ല പൂക്കൾ വിടരാൻ നിങ്ങൾ ആഗ്രഹിച്ചില്ല എങ്കിൽ, നിങ്ങൾ അതിനുള്ള അവസരം ഒരുക്കിയില്ല എങ്കിൽ, നഷ്ടം വന്നു ചേർന്നത് നമുക്കും അവർക്കുമാണ്. കാരണം അവിടെയും നല്ല പൂക്കളില്ല, നമുക്കും നല്ല പൂക്കളില്ല. അപ്പോൾ ഒരു അത്യാവശ്യ സാഹചര്യം വരുമ്പോൾ ഒരു ഹൃദയവും ഒരിടത്തു നിന്നും വാങ്ങാൻ കിട്ടില്ല. ഇത് ഹൃദയപൂർവ്വ സിനിമ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പ്രേക്ഷകരുടെ ഓർമ്മിക്കട്ടെ. കാരണം നമ്മുടെ നാട് പോകുന്ന രീതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നമ്മുടെ നാട്ടിൻ്റെ ലെവല് മാറിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൻ്റെ എല്ലാ എത്തിക്സും മാറിയിരിക്കുന്നു. എല്ലാ മേഖലയിലും പണം പണം പണം, സെൽഫ് ലൈഫ്, ആരെങ്കിലും പറ്റിക്കുക, ജീവിക്കുക. പ്രത്യേകിച്ച് ടെക്നോളജിയൊക്കെ വളർന്നതോടുകൂടി ഒരു ഹൃദയവും ആർക്കുമില്ല, ഒരു ഹൃദയപൂർവ്വവും ഇല്ല, ഒന്നുമില്ല. സിനിമയിൽ ഇങ്ങനെ കാണാം. ബാക്കി കംപ്ലീറ്റ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഉഡായിപ്പിൻ്റെ ഒരു ലോകം തന്നെയാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക. അത് ആര് ചത്തിട്ടായാലും കുഴപ്പമില്ല, എൻ്റെ അക്കൗണ്ടിൽ നിറയുക, അത് വെച്ച് അവനവൻ സൂക്ഷിച്ച് ജീവിക്കുക. അത് അങ്ങനെ ഉള്ളവർക്കൊന്നും ഈ സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് പോണ്ട, ദഹിക്കൂല. അങ്ങനെയുള്ള ഒരാൾക്കും ഇതിൻ്റെ പൾസും മനസ്സിലാവൂല. ഇതാണ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന ഈ ചിത്രം പറയുന്നത്. ഇനി നമുക്ക് സിനിമയിലോട്ട് വരാം. സിനിമ അത്യാവശ്യം മോശമില്ല. നല്ല തുടക്കമല്ല ഈ ചിത്രത്തിന്. കാരണം ഈ ചിത്രത്തിന്റെ പോസിറ്റീവുകൾ ആദ്യം പറയാം. ഈ ചിത്രത്തിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്ന പോസിറ്റീവാണ്. ഈ ചിത്രത്തിന്റെ പോസിറ്റീവിന്റെ ഫ്രണ്ടിലോട്ട് പോകുക എന്ന് പറയുന്നത്, നമ്മൾ എത്ര വേണ്ട എന്ന് വിചാരിച്ചാൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഒരാളിൽ നിന്ന് ഒന്ന് സ്വീകരിക്കേണ്ടി വന്നാൽ, അത് നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമാവുമ്പോൾ അത് കുറച്ചുകൂടെ പവർ കൂടും. ആ അവയവം നമ്മൾ സ്വീകരിക്കുകയും ആ സ്വീകരിച്ചതിന് ശേഷം നമ്മളിൽ വരുന്ന മാറ്റങ്ങളും, ആ മാറ്റങ്ങൾ പിന്നീട് അവരുടെ ഫാമിലി നമ്മളെ തേടി വരികയോ അല്ലെങ്കിൽ നമ്മൾ അവരെ തേടി പോവുകയോ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ചുറ്റുപാടുണ്ട്. ഈ ചുറ്റുപാടിൽ കൂടി നമ്മൾ കടന്നു പോയാൽ ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ട്. അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് വേറൊരാളുടെ ഒരു സ്പെയർ ഓഫ് ലെവൽ എൻ്റെ കയ്യിൽ കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൺഫ്യൂസ്ഡ്. അത് സയൻറ്റിഫിക്കലി നമ്മൾ ഗ്രോത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള, അത് നമ്മളെ ബോഡിയിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി ഡിഫറൻറ്റ് ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി ഡിഫറൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരു അച്ഛനും അമ്മയ്ക്ക് 5 മക്കളുണ്ട് എന്ന് വയ്ക്കുക, 5 പേരുണ്ടെന്ന് വയ്ക്കുക. ഈ 5 പേരും 5 ടൈപ്പാണ്. അതാണ് ബോഡിയിൽ പ്രകൃതി വരുത്തുന്ന സെല്ലുകളുടെ ചേഞ്ച്. 5 പേരും 5 മേഖലയിലാണ് വർക്ക് ചെയ്യണത്. 5 പേരും 5 പേരുടെ ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇവർ 5 പേരും ഒരു മേഖലയിൽ വർക്ക് ചെയ്താലും ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊരു എനർജറ്റിക് ലെവലാണ്. അതാണ് ഈ സയൻറ്റിഫിക്കലി പറയുന്ന ഒരു വിഷയം. ഇതിനെ നമ്മൾ ഈ പല കാര്യങ്ങളോട്ട് ആചാരങ്ങളോട്ടൊക്കെ ഇതിനെ ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലെക്കൊട്ടൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ പറയുന്നത് ഒരു സയൻറ്റിഫിക്കൽ ടെമ്പറിങ് ആണ്. സയൻറ്റിഫിക്കൽ ടെമ്പർ ഉണ്ട്. സയൻറ്റിഫിക്കൽ ടെമ്പർ എന്ന് പറയുന്നത് ഈ സാധാരണ പേർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെപ്പോഴും എന്ത് പറ്റും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നം വന്ന് എന്ത് ചെയ്യും, നേരെ സയൻസിനെ തന്നെ ആശ്രയിക്കുകയും ചെയ്യും. ഇത് ഹൃദയപൂർവ്വ സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്, നന്നായിട്ട് തുറന്നു കാണിക്കുന്നുണ്ട്. ആ തുറന്നു കാണിക്കൽ ഈ സിനിമ ഒരു നല്ല പ്രസന്റിങ് ലെവല് തന്നെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒന്നാമത്തെ കാര്യം, എൻ്റെ പോസിറ്റീവ് പറയണേ. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ധാരാളം ഈ ആസ്ട്രോളജി മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലിങ്ക് ചെയ്യണത് തമാശയ്ക്ക് വേണ്ടിയായിരിക്കും, അങ്ങനെയല്ലായിരിക്കാം. പക്ഷെ അപ്പോഴൊക്കെ തന്നെ പുതിയ തലമുറയിലെ ഒരു കഥാപാത്രം ചെയ്യുന്ന പയ്യൻ, ആ കഥാപാത്രം പുതിയ തലമുറയിലെ പയ്യനാണ്. അവൻ നന്നായിട്ട് അത് സയന്റിഫിക്കലി ക്രോസ് ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കണമെന്നുണ്ടെന്ന് അറിയില്ല. ഞാനത് വളരെയേറെ ശ്രദ്ധിച്ച് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സയൻസും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വലിയ മതചിന്തകളും മതഭ്രാന്തും ജാതിഭ്രാന്തൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കൗണ്ടർ ചെയ്ത് പോകുന്നുണ്ട്. അത് ഈസി ആയിട്ട് ഇങ്ങനെ പടത്തിന്റെ എൻഡ് വരെ പോകുന്നുണ്ട്. പ്രേക്ഷകരത് എങ്ങനെ എടുക്കുന്നൊന്നുമില്ല. അതും ഇതിനകത്ത് സയന്റിഫിക്കലി നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറെ ആചാരങ്ങളെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്നെങ്കിലും
ഫുള്ളി 90% ജനങ്ങൾ ആചാരമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ഹൃദയത്തിന്റെ, നമ്മുടെ ഹാർട്ടിന്റെ, നമ്മുടെ വികാസത്തിന്റെ, ചിന്തയുടെ വികാസത്തിന്റെ വളർച്ചയൊക്കെ സിനിമ ഇങ്ങനെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന സിനിമയിൽ കഥ മുന്നോട്ട് പോവുകയും ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ കഥാപാത്രം എല്ലാം സക്സസ് ചെയ്തിട്ട് മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണോ എന്ന് കേട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത്ര 100% പറയില്ല. നല്ല ഫാമിലി ഓറിയന്റഡ് ലൈഫും അതും ഒക്കെ ഇഷ്ടപ്പെട്ട് ഫാമിലി ആയിട്ട് ഒരു സിനിമ കാണണമെന്ന് തോന്നി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഓണത്തിന് ഈ സിനിമ കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എപ്പോൾ ഇവിടെ കാണണമെന്നുള്ളത് അത്യാവശ്യം മോശമില്ലാത്ത ചിത്രം. പിന്നെ ഈ സിനിമയിൽ ലോട്ട് വന്ന കഥയും കഥാപാത്രങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല മ്യൂസിക് ഡയറക്ഷൻ, നല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ പ്രസന്റ് കൊണ്ട് മാത്രമാണ് ഈ സിനിമ ബെറ്റർ ആയിരിക്കുന്നത്. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന നായികയും ആ ഇമോഷൻ ഉൾക്കൊണ്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പഴയ സുനിതയോ സവിതയോ അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. പഴയ നടിയാണ്, പക്ഷെ അവരും മോഹൻലാലിന്റെ ഒരു ലൈറ്റ് പെയറായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഒരു റിട്ടേൺ വരെ കൂടെയാണ്. അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പോസിറ്റീവാണ് ഇതൊക്കെ, സിനിമയുടെ പോസിറ്റീവ്. ഇനി സിനിമയുടെ നെഗറ്റീവ് പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടത്തിൻ്റെ തുടക്കം തന്നെ ഡയറക്ഷൻ പാളിച്ച് ധാരാളം കണ്ടു. ഡയറക്ഷൻ പാളിച്ചെന്ന് പറഞ്ഞാൽ സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു ഇതുപോലെയുള്ള ഡയറക്ഷൻ പാളിച്ച് എന്ന് ചിന്തിക്കാൻ പറ്റില്ല. പടത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു സിദ്ദിഖ് ചെയ്യുന്ന കഥാപാത്രം വന്നിട്ട് ഈ ചായ കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഫുൾ ടൈം. എപ്പോഴും ചായ എടുക്കും. ചായ എടുത്താലോ ഒരു ചായ ചൂടോടെ അടിച്ചു കൊടുക്കുന്ന ചായനെ ഒറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് സിപ്പ് ചെയ്ത് വെച്ചിട്ട് ഓടും. വേറൊരിടത്ത് ചായ എടുത്തു കഴിഞ്ഞാൽ കുടിക്കും. ഇതിലൊന്നും ഒരു ആവിയോ ഒന്നും വരില്ല. ഇത് നമ്മൾ ആലോചിക്കണം. 10-40 വർഷം ഫിലിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്ത സിനിമയുടെ ഒരു ദയനീയ അവസ്ഥയാണ്. ഇങ്ങനെ പോകുന്ന 10-25 മിനിറ്റ് ആദ്യത്തെ സീൻ സീക്വൻസ് അത് പക്കാ ബോർ തന്നെയാണ്. അത് ബോർ എന്ന് പറയാതിരിക്കാൻ പറ്റൂല. അത് വളരെ ബോറായിട്ട് തോന്നി. കാരണം പല സീനുകളും ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു റിയാലിറ്റി ഫീൽ ചെയ്യാതെ അഭിനയിക്കുന്നവരെല്ലാവരും റിയാലിറ്റി ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന വർക്കുകളൊന്നും റിയാലിറ്റി ഇല്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിലൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അങ്ങനെ ഡ്രോബാക്കിലാണ് സിനിമ തുടങ്ങുന്നത്. പിന്നെ ഈ സിനിമ അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കഴിയുമ്പോൾ മെല്ലെ കഥയിലോട്ട് ഒന്ന് പൾസ് ചെയ്ത് പോയിട്ട് നന്നായിട്ട് പോയിട്ട് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പടം നല്ല സ്മൂത്താ പോകുന്നുണ്ട്. പിന്നെ കഥയുടെ ലെവല് മാറുന്നു, മറ്റു കാര്യങ്ങൾ വേറെ വഴിക്ക് പോകുന്നു. പക്ഷെ ഇതിനകത്ത് സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്ന സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന ഒരാൾ പുതിയ ജനറേഷനെ വെച്ച് സിനിമ എടുക്കുമ്പോൾ ഇതൊന്നും പോരാ. ഒന്ന്. രണ്ടാമത് പല ഇടത്തും വീഴ്ചകളുടെ ഒരു പരകോടി തന്നെ കണ്ടു. പടം ഒരു സിനിമ സത്യൻ അന്തിക്കാടിന്റെ മകനാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൻ ചെയ്ത സ്ക്രിപ്റ്റില് അവൻ ഡയറക്റ്റ് ചെയ്തെങ്കിൽ ഈ പടം ഹെവി ലെവലിൽ ചെയ്യുന്നത്. പക്ഷെ സത്യൻ അന്തിക്കാടിന്റെ പടത്തിൽ ഈ ഡയറക്ഷൻ ഒരു പരാജയം ഉണ്ടോ എന്ന് കേട്ടാൽ ഉണ്ട് തന്നെയാണ്. പടം പോറില്ല, നല്ല പടമാണ്. ആ ലെവലിൽ എടുത്താൽ ഓക്കെ. പക്ഷെ അല്ലാത്ത രീതി പറഞ്ഞു കഴിഞ്ഞാൽ സത്യൻ അന്തിക്കാടിന്റെ ഡയറക്ഷൻ ഈ സിനിമയിൽ ഒരു പരാജയം തന്നെ തന്നെയാണ് ഞാൻ പറയണത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ വല്ലാതെ പൾസ് ചെയ്യണതും മൂവ്മെന്റ് ഓഫ് ലെവലിൽ കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും അതിനകത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലും ഒരു 50% പരാജയം വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചായ എടുത്തിട്ട് ഒരു പ്രാവശ്യം കൊടുത്താൽ നമുക്ക് മനസ്സിലാവും. 2 പ്രാവശ്യമായി 3 പ്രാവശ്യമായി 4 പ്രാവശ്യമായി 5 പ്രാവശ്യമായി ഒരു കണക്കില്ല ഇതിനൊക്കെ. അങ്ങനെ പോകുമ്പോൾ തന്നെ ബാക്കി ഫാൾട്ടൊന്നും ഞാൻ പറയണ്ടല്ലോ. അത്യാവശ്യം അങ്ങനെ പോയ ഒരു പടമാണ്. അത്യാവശ്യം നിങ്ങൾക്ക് ടൈം പാസ് ചെയ്യാനാണെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാം. ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ്. നല്ല മ്യൂസിക് ഡയറക്ഷൻ കേട്ടോ. ജസ്റ്റിൻ പ്രഭാകരന്റെ മ്യൂസിക് ഡയറക്ഷൻ ഒന്നും മോശമല്ല. സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിരുന്നു. ജസ്റ്റിൻ പ്രഭാകരന്റെ അഭിനന്ദനങ്ങൾ. നല്ല ഫിലിം, നല്ല മ്യൂസിക് ഡയറക്ഷൻ. പിന്നെ സ്റ്റോറി അഖിൽ സത്യന്റെ സ്റ്റോറിയും കൊള്ളാം, എടുത്തിരിക്കുന്ന രീതിയും കൊള്ളാം. കാരണം അഖിൽ സത്യൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഒരാളിന്റെ ഒരു അവയവം മാറ്റി വെച്ചാൽ, കാരണം ഇത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കോപ്പിയടിയാണോ എന്ന് വെച്ചാൽ ആണ്. കാരണം ഈ സിനിമയുടെ ഒരു 20-30 വർഷത്തിന് മുമ്പേ തന്നെ ഈ ഇങ്ങനെയുള്ള പടങ്ങളുടെ ഇങ്ങനെയുള്ള മാറ്റി വെച്ചിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളുടെ 100 കണക്കിന് ചിത്രം പല ഭാഷകളിലും ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി റൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പടം ഫീൽ ചെയ്തത്. പക്ഷേ എങ്കിലും അത് മലയാളത്തിലോട്ട് മാറ്റി ആ കഥ കൊണ്ടുവന്നിട്ട് ഈ കഥ സെലക്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചും സമ്മതിച്ചേ പറ്റൂ. അതിന് അഭിനന്ദനങ്ങൾ.
അഖിൽ സത്യൻ തന്നെയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഈ പടത്തിന്റെ കഥ ഒരിക്കലും അഖിൽ സത്യന്റെ ഒന്നുമല്ല, അത് ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് പല പടത്തിൽ നിന്നുള്ള കടമെടുത്താണ്. അതിന്റെ ഒരു കടപ്പാടൊക്കെ എഴുതി കാണിക്കണുണ്ടോ എന്ന് അറിയില്ല, ഉണ്ടാവാം. പക്ഷെ എങ്കിലും പടം നന്നായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്തെങ്കിൽ പടം കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം അഖിൽ സത്യന്റെ ഡയറക്ഷനാണെന്ന് തോന്നുന്നു. കല്യാണി പ്രിയദർശനും ദുൽഖറും അഭിനയിച്ച് സുരേഷ് ഗോപിയും കൂടെ അഭിനയിച്ച ഒരു പടം. അത് നല്ല ഡയറക്ഷനായിരുന്നു. നല്ല പോലെ ടി വിയിലൊക്കെ ഇപ്പോഴും നല്ല റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റിയ പടം തന്നെയാണത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ അച്ഛൻ ഡയറക്റ്റ് ചെയ്യേണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നി. അതെന്റെ അഭിപ്രായമാണ്, തെറ്റൊന്നും കാണണ്ട, എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇതിന്റെ തിരക്കഥ സോണു TP. അത്യാവശ്യം തിരക്കഥ പോകുന്നുണ്ട്. എവിടെയോ കഥയ്ക്ക് തിരക്കഥ എഴുതി വന്നപ്പോൾ സെന്റിമെന്റ്സുകളൊക്കെ ഇങ്ങനെ റെൻട്രേറ്റ് ചെയ്ത് പോകണമെങ്കിലും ഒരു പ്രേക്ഷകൻ എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു വേറൊരു ഫീലുണ്ട്. അതെനിക്ക് കുറവായിരുന്നു എന്ന് എനിക്ക് ഈ പടത്തിൽ തോന്നി. അത് ഇല്ല, പക്ഷെ എങ്കിലും കുഴപ്പമില്ല, നല്ല മോശമില്ലാത്ത സ്ക്രിപ്റ്റ് തന്നെയാണ്, തിരക്കഥ തന്നെയാണ്. പിന്നെ ആക്ടേഴ്സ് എന്ന് പറയുന്നതിൽ മോഹൻലാൽ, മാളവിക, സിദ്ദിഖ്, ലാലു അലക്സ്, സംഗീത. ഞാൻ പറഞ്ഞില്ലേ സംഗീത, പിന്നെ ഇവരുടെയൊക്കെ അഭിനയം മോശമല്ല. പിന്നെ എപ്പോഴും നമ്മൾ ഈ സത്യൻ അന്തിക്കാട് ഈ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരേ ഒരു പുതിയ പയ്യനെ മോഹൻലാലിന്റെ പേരായിട്ടിട്ട് ബാക്കിയെല്ലാം ഓൾഡ് ആർട്ടിസ്റ്റ്. ഞാൻ പിന്നെ പുതിയ നിങ്ങൾ കാലം മാറുന്നതൊക്കെ സത്യ അന്തിക്കാടൊക്കെ അറിയണം. നമ്മളൊരു 10 വർഷം കഴിയുമ്പോൾ, ഞാനൊരു 10 വർഷം കഴിയുമ്പോൾ ലോകമേ മാറിപ്പോവും. അപ്പം നമ്മൾ ആ ലോകത്തിനനുസരിച്ച് സിനിമ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. സിനിമയിൽ എന്തും നമ്മൾ അങ്ങനെ മാറിക്കൊടുക്കണം. പകരം അങ്ങനെ അല്ലാതെ നമ്മൾ കുറേ പഴയ ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ സിനിമകൾ ചെയ്യുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് അവരെ കംഫർട്ടബിൾ ആവുമെന്ന് പറഞ്ഞ് പടം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലിക്ക് ചെയ്യേണ്ട പടം ആവറേജ് വിജയം നേടിപ്പോവും. അത് ഈ പടത്തിൽ മൊത്തത്തിലുണ്ട്. അതൊരു ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ഈ സിനിമയുടെ ഒരു വലിയ 100 കോടി ക്ലബ്ബിൽ പോകേണ്ട പടം ഒരു 25, 30, 40 കോടി ക്ലബ്ബിൽ, അല്ലെങ്കിൽ ഒരു 50 കോടിക്കൊന്നും അപ്പുറം പോകില്ല. 50 കോടിയൊക്കെ എന്നുള്ള മോഹൻലാലിന്റെ പ്രസന്റ് കൊണ്ട് പോയാലേ ഉള്ളൂ. അങ്ങനെ ഒരിൽ നിന്ന് ഇത് പോകാനുള്ള പടം നേരെ ഡീ ഗ്രോത്തിലോട്ട് താഴ്ന്നു വരുന്നുണ്ട്. ഈ പരിപാടിയൊക്കെ നിർത്തണം. കാരണം ഞാൻ അതിൻ്റെ ഉദാഹരണം പറയാം. പ്രിയദർശൻ എന്ന് പറയുന്ന നടൻ ഇങ്ങനെയുള്ള സ്വന്തം കുറെ ഇങ്ങനെ അവർക്ക് എത്ര ആർട്ടിസ്റ്റുകൾ പറ്റും വെച്ചെടുത്ത ഒരു 100 കോടി ബഡ്ജറ്റിൽ എടുത്ത ഒരു പടമുണ്ട്. ഞാൻ പടമൊന്നും പറയണില്ല. എന്ത് നിലയിലാണ് അത് പൊട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കാലം മാറി, അതിലൊക്കെ അതിൻ്റെതായ ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് വരേണ്ടതുണ്ട്. അതിൽ കുറച്ച് ചെറിയ എന്തെങ്കിലും കുറച്ച് റോളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇവർക്ക് വന്നിട്ട് പോകും. പകരം ഒരു ഹൈയപ്പ് റോളിലൊക്കെ വന്നിട്ട് പോകുമ്പോഴേ സ്ഥിരം കാണുന്ന ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് പടത്തിൽ എൻ്റെ അഭിപ്രായത്തിലുണ്ട്. അപ്പോൾ ഈ ആക്ടേഴ്സിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ സംഗീത നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, റിട്ടേൺ വർണ്ണ നന്നായിട്ടുണ്ട്, മാളവിക നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവർക്ക് കൊടുത്ത റോളൊക്കെ അവരൊരു ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മോശമല്ല, നന്നായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ഡയറക്ഷൻ സത്യ അന്തിക്കാടാണ്. പൊതുവിൽ ഈ പടത്തിന് ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കുകയെന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10ൽ ഒരു ടോട്ടാലിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു 7 മാർക്ക് പരമാവധി കൊടുക്കുക. ഓണച്ചിത്രങ്ങളിൽ കണ്ട പടങ്ങളിൽ ഞാൻ കണ്ട സിനിമകളിൽ ഒന്നാണ് ഈ ഹൃദയപൂർവ്വം. പിന്നെ സബ്ജക്റ്റ് എടുത്തതിന് ഒരു 10ൽ 9 മാർക്ക് പിന്നെ നമ്മുടെ അഖിൽ സത്യന് കൊടുക്കുക. നല്ല സബ്ജക്റ്റാണ്, പക്ഷെ എടുത്ത് കുറെ കൂടെ നന്നായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ വേറെ ലെവലായേനെ ഈ പടം. പക്ഷെ നല്ല ഇമോഷണലി ഒരു എന്ത് പറയണത്, ഒരു പുനർജന്മമെന്നോ പുനർസൃഷ്ടിയെന്നോ കാണുന്ന രീതിയിൽ ഒരാളുടെ ബോഡിയിൽ ഒരു സ്പെയർ മാറ്റി വെച്ചാൽ ഉണ്ടാവുന്ന രീതിയിൽ ചെയ്ത ഈ കഥ ബേസ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10ൽ 9 മാർക്ക് ആ കഥയ്ക്കും കാര്യങ്ങൾക്കും കൊടുക്കാം. അതർവൈസ് ഈ പടത്തിന് 10ൽ 7 സ്റ്റാർ കൊടുക്കാം. 10ൽ എത്ര സ്റ്റാർ കൊടുക്കുന്നത് പരമാവധി 7 സ്റ്റാർ കൊടുത്തുകൊണ്ട് ഞാൻ ഈ സിനിമ പ്രേക്ഷകരെടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഒരു തിയേറ്റർ മസ്റ്റ് വാച്ചാണോ എന്ന് കേട്ടാൽ ഞാൻ പറയും അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം തിയേറ്ററിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി സിനിമ ഓണത്തിന് പോയി കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് മറ്റു പിന്നീട് വരുമ്പോൾ കാണുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു തിയേറ്റർ മസ്റ്റ് ഫിലിം അല്ല, ഒരു മീഡിയം മോഹൻലാലിൻ്റെ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഒരു അത്യാവശ്യം തെറ്റില്ലാതെ തിയേറ്ററിൽ പോയി 2.5 മണിക്കൂർ ബോറില്ലാതിരുന്ന് കണ്ടിട്ട് വരാൻ പറ്റിയ സിനിമ. അങ്ങനെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോകണമെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോകാം. മറ്റൊന്നും കൊണ്ട് ആലോചിച്ചോ ചിന്തിച്ചോ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോകരുത്. അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് വിഷമം വരും. അങ്ങനെ വരാതിരിക്കട്ടെ. ഈ സിനിമ എടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സത്യൻ അന്തിക്കാടിനടുത്ത് വീണ്ടും ഞാൻ പറയണു, കുറച്ചൊക്കെ മാറി നന്നായിട്ട് ചിന്തിച്ച് സിനിമ തിയേറ്ററിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഡയറക്ഷൻ നിർത്തുന്നതായിരിക്കും നല്ലത്.
പുതിയ പിള്ളേർ ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ പുതിയ പിള്ളേരോട് ചേർന്ന് വൈഡ് രീതിയിൽ സിനിമ ചെയ്യുക. സിനിമയെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹപൂർവ്വമുള്ള ഓണാശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. നമസ്കാരം.